ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലോങ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3/4 സൈസായിട്ടുള്ളൊരു ടോപ്പിനെ ഒരു ക്രോപ്പ് ടോപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡലുള്ള ടോപ്പാണുള്ളത്. ഇതിൻ്റെ ഈ അടിവശമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നത്. ഇവിടെ ഒരു 27 ഇഞ്ചിലായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ 27 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അടിവശത്ത് സെയിം ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴോട്ട് നിന്ന് മേലോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 4 ഇഞ്ചിലാണ് നമ്മളിവിടെ ആ ഒരു ലെങ്ത്ത് വരുന്നത് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ആ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടിവശത്തെ ഷേപ്പ് സെയിം ആ ഷേപ്പിൽ തന്നെ കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ 4 ഇഞ്ചിലായിട്ട് ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കേർവ് ഷേപ്പിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ്. ഇതേ രീതിയിൽ തന്നെ 4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു ഡ്രസ്സിൻ്റെയും ലെങ്ത്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ ഒരു ഷേപ്പ് തന്നെ ആ ഒരു ടോപ്പിനെ ആയാലും ഏതൊരു ഡ്രസ്സായാലും അതേ ഷേപ്പ് തന്നെ അടിവശം കിട്ടും. ഇങ്ങനെ സെയിം അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിലായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ ലെങ്ത്ത് ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലൈനിങ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ ഉള്ളിലോട്ട് ടോപ്പിൻ്റെ ആ പീസ് ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ലൈനിങ്ങിനെ മാത്രമാക്കി എടുത്തിട്ട് ഇതേ രീതിയിൽ നീളത്തിൽ മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെ അടിവശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഈ 4 പീസിനെയും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിവശം. ഇനി ഇവിടെ നമുക്ക് 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളായിട്ട് 1.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ അടിവശത്തിൻ്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ ലോങ് ടോപ്പിനെ ഷോർട്ടാക്കിയിട്ട് സെയിം ആ ഒരു മോഡലിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ടോപ്പിൻ്റെ മേൽവശത്തെ ആ ഒരു പീസിനെ ചെറിയ രീതിയിലായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കേർവ് ഷേപ്പിൽ വരുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നാകെ വൃത്തിയില്ലാത്തൊരു സ്റ്റിച്ചിങ് ആയിട്ട് വരും അടിവശം. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് രീതിയിലായിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ കോൺ ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ടോപ്പ് ഫുള്ളായിട്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെയിം രീതിയിൽ തന്നെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കുറഞ്ഞ രീതിയിൽ മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതൊരു സിമ്പിൾ മെത്തേഡാണ്. ചെറുതായിട്ടുള്ളൊരു രീതിയിൽ കട്ടിങ്ങിൻ്റെ മെത്തേഡ് കാണിച്ചതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഒരു മോഡലിൽ അടിവശം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.